ഒരു വീടിന്റെ വാസ്തുദോഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കുടുംബം മുഴുവനും തീരുമാനിക്കുന്നു നമുക്ക് വളരെ വേഗം ഇവിടെ നിന്ന് പോകാം, വാസ്തുയോഗ്യമായ മറ്റൊരു വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. നല്ലത്. അങ്ങനെ അവർ തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നു തുടങ്ങും. അവാസ്തു വീട് ഒരു കുഞ്ഞു രാക്ഷസനാണെന്ന് വിചാരിക്കാം, അത് അതിന്റെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഇന്നാളെന്നില്ല, ആ വീടിന്റെ ഔദ്യോഗികതയിലുള്ള ഏതെങ്കിലും ഒരാളെ ആ വാസ്തുദോഷം കഴിക്കും. എത്രയോ പണക്കാര വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ സമാന്തരമായ ശിക്ഷ അനുഭവിച്ച ആൾക്കാരായിരിക്കും. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വാസ്തുമേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയസമ്പന്നതയും പിന്നെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് പരിഹരിച്ചു കൊടുത്ത ആസ്ട്രൽ തങ്കച്ചൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പൊ പൊതുവായൊരു സംശയമാണ്, ഇപ്പം കുറച്ച് പേര് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവര് വാസ്തു ദോഷമുണ്ടെന്ന് അവർ മനസ്സിലാക്കി, അതായത് അവർ തിരിച്ചറിഞ്ഞ് ഇന്ന് വീട്ടിൽ വാസ്തു ദോഷം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇവർക്ക് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറണം, ആ വീട് വിട്ട് മാറി പോകണം. അപ്പം പുതിയൊരു വീട് കണ്ടെത്താൻ എന്തായാലും കുറച്ച് സമയമെടുക്കും, ആ ഒരു കാലതാമസം ഉണ്ടാകും. അപ്പൊ ഇത്രയും കാലയളവില് അവർക്ക് അതിനെന്തെങ്കിലും ഒരു അവിടെ നിൽക്കുന്നിടത്തോളം എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവുമോ? വാസ്തു എന്ന് വെച്ചാൽ യൂണിവേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്, പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. വാസ്തു എന്നാലേ അത് പ്രപഞ്ച നീതിയാണ്. ജ്യോതിഷം അതൊരു പ്രപഞ്ച നീതിയാണ്. ന്യൂമറോളജി ഇതൊരു പ്രപഞ്ച നീതിയാണ്. അതായത് നമ്മൾ പറയത്തില്ലേ മാനുവൽ ഓട്ടോമാറ്റിക്, ഈ രണ്ട് സിസ്റ്റമാണ്. മാനുവൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊരു പ്രപഞ്ച നീതി എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിർത്താം. ഒരു വീടിന്റെ വാസ്തുദോഷം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അവിടെ അവരതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? വിശ്വാസ രീതിയിൽ. ആ സമയത്തായിരിക്കും അവരോട് ആരെങ്കിലും ഒരാൾ വന്ന് പറയുന്നത് വാസ്തുദോഷം ഉണ്ട്, ശരിയാണ്, സമ്മതിക്കുന്നു, പക്ഷേ അതിന് നിങ്ങൾ വീട് മാറേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ഗണപതി ഹോമം, ഒരു ചെറിയൊരു ശത്രു സംഹാരം, അല്ലെങ്കിൽ ഇന്ന അമ്പലം, അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ വാങ്ങി വയ്ക്കുക, ഇങ്ങനെ പല രീതിയിലും ആ വീട്ടുകാരുടെ മാനസിക നിലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കും. അത് കേൾക്കുന്നതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇതൊക്കെ എല്ലാം പ്രപഞ്ചം, ഇതൊരു പ്രപഞ്ച നീതിയാന്ന് പറഞ്ഞത്. അത് കേൾക്കുന്നതിനൊരു നീതിയുണ്ട്, കേൾക്കാതിരിക്കുന്നതിനൊരു നീതിയുണ്ട്. കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ചില വീടുകളിൽ ഒരു വാസ്തുദോഷം സംഭവിച്ചവർക്ക് മനസ്സിലായി, അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇവിടെ നിന്ന് മാറണം, പക്ഷെ അങ്ങനെ മാറാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് ജീവിതശൈലി ഇതാണ്. പെട്ടെന്നൊരു വാസ്തുദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഇട്ടതുപോലെ ലൈറ്റ് കത്തുന്ന പോലെ ഇവർക്ക് പെട്ടെന്നൊരു ദിവസം മാറാൻ പറ്റില്ല. ഒരു 6 മാസം വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 3 മാസം വേണ്ടി വരും. വാസ്തുദോഷമുള്ള വീടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വാസ്തു ഉഗ്രമാവും. ഒരു ശത്രു, അദ്ദേഹം നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, അത് ശത്രുവാണെന്ന് നിങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം ആ ശത്രു വളരെ മിത്രമായി തന്നെയായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. എത്രയും കാലം മിത്രം പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ മറ്റൊരു വഴിയിൽ അദ്ദേഹം നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇയാൾ ആ ഒറിജിനൽ രൂപം പുറത്തെടുക്കും. ആന്നടാ, ഞാൻ ശത്രു തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, ഇനി നീയാ ഞാനെന്ന് നോക്കാം. ഈ ഒരു രീതിയിലായി തുടങ്ങും. ഒരു വാസ്തുദോഷം എന്ന് ആ വീടിന്റെ ഗൃഹനാഥനോ ഗൃഹനാഥിയോ അല്ലെങ്കിൽ ആ വീട് റൺ ചെയ്യുന്ന ആരെങ്കിലും ഇതൊരു വീടിന്റെ വാസ്തുദോഷം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശത്രു ഉണരും. അതിനുശേഷം അവർക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് വാസ്തു വെളിപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ വെളിപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം ആ മുറിവ് വളർന്ന് വളർന്ന് മറ്റൊരു വലിയൊരു ഘട്ടത്തിലോട്ട് പോകും. സോ വെളിപ്പെടുന്നതും വെളിപ്പെടുത്താത്തതും അവരുടെ ദശാഭുക്തിയിലൂടെ സഞ്ചരിക്കട്ടെ. ഒരു വീടിന്റെ വാസ്തുദോഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കുടുംബം മുഴുവനും തീരുമാനിക്കുന്നു നമുക്ക് വളരെ വേഗം ഇവിടെ നിന്ന് പോകാം, വാസ്തുയോഗ്യമായ മറ്റൊരു വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. നല്ലത്. അങ്ങനെ അവർ തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നു തുടങ്ങും. അതിന് പ്രകൃതി തരുന്ന നീതി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂച്ച വന്ന് കയറും. സ്ത്രീ ഇനങ്ങളാണ്, എപ്പോഴും സ്ത്രീകളിലൂടെ മാത്രമേ ഇത് വിജയിക്കാൻ പറ്റുള്ളൂ. സ്ത്രീ ഇല്ലാതെ എന്തും പൂർണ്ണമാവുന്നില്ല, എവിടെയും പൂർണ്ണമാവുന്നില്ല, എവിടെയും വിജയവുമില്ല. സ്ത്രീ 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 ഇല്ലാത്ത ഒരു കോൺസെപ്റ്റേ ഇല്ല. അത് ഒരു രക്ഷയിലാണെങ്കിൽ പോലും മനസ്സിലല്ലേ, ഒരു മനുഷ്യന്റെ മരം അവന്റെ തലയ്ക്ക് മേളിൽ വീഴാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ആൺമരമാണെങ്കിൽ ചിലപ്പോൾ തലയിൽ വീഴുമായിരിക്കും, പെൺമരമാണെങ്കിൽ ചിലപ്പം അവിടെ നിന്ന് കൈകാല് മുറിവോടെ ചിലപ്പോൾ രക്ഷപ്പെടാം. അത്രത്തോളം കനിവുള്ളതാണ് സ്ത്രീ. അതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് എല്ലാം. അപ്പൊ സ്ത്രീ എന്നുള്ള കാറ്റഗറിയിൽ മൃഗങ്ങൾക്ക് ഒരു സ്ത്രീത്വം ഉണ്ട് അല്ലെ? മൃഗങ്ങളിൽ സ്ത്രീ കാറ്റഗറി ഇല്ലേ? മരങ്ങളിൽ സ്ത്രീ കാറ്റഗറി ഉണ്ട്, മനസ്സിലായില്ലേ? കല്ലുകളിലും സ്ത്രീ കാറ്റഗറി ഉണ്ട്, ആൺകൽ, പെൺകൽ, അലിക്കൽ, അലി രണ്ടും ചേർന്നത്. ഗ്രഹങ്ങളിലും
അലിയുണ്ട്, അതാണ് ബുധൻ, അലിഗ്രഹം. മനസ്സിലേ? അപ്പോ ഈ ഒരു കാറ്റഗറിയിൽ ഒരു പെൺ പൂച്ചയോ അല്ലെങ്കിൽ ഒരു പെൺ പട്ടിയോ ചിലപ്പോൾ ആണ് വന്നൂടാന്നില്ല കേട്ടോ, അത് വരുന്നേ. ഇപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ നിങ്ങൾക്കൊരു വലിയൊരു കഷ്ടകാലം വരാൻ പോവാണ് എന്ന് തോന്നി കഴിയുമ്പോൾ തന്നെ അവിടെ പ്രാർത്ഥനയുള്ളൊരു വീട്, അല്ലെങ്കിൽ ആ വീടിനൊരു ഊർജ്ജമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി നീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വഴിയോരത്തുനിന്ന് ഒരു പൂച്ച ചിലപ്പോൾ കാല് മുറിവോടെയോ കൈ മുറിവോടെയോ വ്രണങ്ങളോടെയോ വന്ന് കയറും. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അനുകമ്പയിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കും, നമ്മൾ അറിയാതെ വെച്ചിരിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ അത് എടുത്ത് വിശപ്പ് മാറ്റിയെങ്കിൽ അത് അവിടെ അറ്റാച്ച് ആവും. പിന്നെ അതിനുശേഷം അവിടെ വരാനിരിക്കുന്ന കർമ്മ ഈ ചെല്ലപ്രാണികൾ ഏറ്റുവാങ്ങി പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെയും വിളിച്ച് സാർ 100% ശരിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ വലിയ പണക്കാര വീടുകളിലൊക്കെ നോക്കുമ്പോൾ വാസ്തുദോഷം ഉണ്ടാവും. പക്ഷേ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന വീടെന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അതൊരു കുഞ്ഞു രാക്ഷസനെ പോലെ നമുക്ക് അവാസ്തു വീട് ഒരു കുഞ്ഞു രാക്ഷസനാണെന്ന് വിചാരിക്കാം. അത് അതിന്റെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഇന്നാളെന്നില്ല, ആ വീടിന്റെ ഔദ്യോഗികതയിലുള്ള ഏതെങ്കിലും ഒരാളെ ആ വാസ്തുദോഷം കഴിക്കും. എത്രയോ പണക്കാര വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ സമാന്തരമായ ശിക്ഷ അനുഭവിച്ച ആൾക്കാരായിരിക്കും. തൂക്കാൻ നിൽക്കുന്നത്, ഗാർഡനിൽ നിൽക്കുന്നതോ കിച്ചണിൽ നിൽക്കുന്നതോ. കാരണം ഇവർ ആ വീടിന്റെ ആളായിട്ട് മാറും കുറച്ച് കാലം കഴിയുമ്പോൾ. ഒരു പക്ഷേ ആ വീടിന്റെ ഉടമസ്ഥനെ തന്നെ വഴക്ക് പറയാൻ പ്രാപ്തിയാവും. അവിടെ എന്താ കുപ്പയിട്ടത്, അവിടെ ഇടാൻ പാടില്ലായിരുന്നു, കാർച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ടൂടായിരുന്നോ, ഇല വീഴുകയല്ലേ എന്ന് അവരോട് ശകാരിച്ച് പറയാൻ മാത്രം ആ വീട്ടിലൂടെ അറ്റാച്ച് ആവുന്ന ജോലിക്കാരുണ്ട്. അറിയോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട് അനുഭവിക്കേണ്ട ഒരുപാട് വലിയ ദുരന്തങ്ങൾ ഇവരനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ രോഗാവസ്ഥയായിരുന്നാലും ശരി, ശാരീരികാവസ്ഥ, സാമ്പത്തിക അവസ്ഥ, ദാമ്പത്തിക അവസ്ഥ, എല്ലാ രീതിയിലും അനുഭവിച്ച ഒരു പണിഷ്മെന്റ് വ്യക്തി ആ വീട്ടിലകത്തുണ്ടായിരിക്കും. കുറച്ചു കാലം അവർക്ക് റിലീഫ് കിട്ടും. മനസ്സിലായി? ഞാൻ പണ്ടും കണ്ടൊരു വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ കാണുന്ന ദൈവങ്ങളുടെ പ്രതിരൂപ മനുഷ്യരുണ്ട്. ഇപ്പൊ ശനിയുടെ പ്രതിരൂപമാണ് റോഡിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ, കുഴിയെടുക്കുന്ന മനുഷ്യർ, സ്ട്രീറ്റ് വൃത്തിയാക്കുന്ന മനുഷ്യർ, അഴുക്ക് ചാല് ക്ലീൻ ചെയ്യുന്ന മനുഷ്യർ. ഇതൊക്കെ ശനിയുടെ പ്രതിരൂപങ്ങളാണ്. നിങ്ങൾ അവരെ ദയോടെ നോക്കൂ, അവരെ സഹായിക്കൂ. നേരെ നിങ്ങൾ സാക്ഷാൽ ശനി ഭഗവാന്റെ അടുത്ത് പോയി കാണിക്കയിട്ട് ശനി ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചു വരുന്നതിന് തുല്യമാണ് ഈ പാവങ്ങളെ സഹായിക്കും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും അതിന്റെ പ്രതിപുരുഷന്മാരുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ പ്രതിപുരുഷന്മാരുണ്ട്, ഓരോ കഷ്ടങ്ങൾക്ക് അതിന്റെ പ്രതിപുരുഷന്മാരുണ്ട്, ഓരോ ദൈവങ്ങൾക്ക് അതിന്റെ പ്രതിപുരുഷന്മാരുണ്ട്. സോ കല്ലിനെ ആരാധിക്കുന്നതിന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഗുരു സംവിധാനത്തിൽ വരുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ എളുപ്പം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതിപുരുഷന്മാരെ കണ്ടെത്തി അവരെ സഹായിക്കൂ, ആ കർമ്മ നിങ്ങൾക്ക് റിലീഫാവും. ഒരു വീടിന് വാസ്തുദോഷം ഉണ്ടെങ്കിൽ ഞാൻ ചില അമ്പലങ്ങളിൽ പോകണമെന്ന് പറയുന്നത് കൊണ്ട്, പിന്നെ അത് ചിലതൊക്കെ വെളിപ്പെടുത്താൻ പറ്റാന്ന് വെച്ചാൽ അതിന്റെ പിന്നിലും ആൾക്കാർ അന്ധവിശ്വാസ രീതിയിൽ പ്രചരിക്കും. എന്റെ ഒരു കാര്യങ്ങൾ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ ഒരു പഠന വിഷയം പോലെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് പബ്ലിക്കിന് അന്ധവിശ്വാസം തരുന്ന രീതിയിലാകാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ വ്ളോഗിൽ. എന്നോട് ചില കമന്റ്സിൽ ഇങ്ങനെ വരാറുണ്ട്, ഇതൊക്കെ ഒരു ബോർഡ് വെച്ച് വരച്ച് കാണിച്ചു തന്നാൽ പോരെ. ഞാൻ വളരെ വിശദമായി പറയുന്ന ഒരാളാണ്. ഇനി ബോർഡും കൂടെ വെച്ച് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ വീട്ടിലിരുന്ന് സുഖമായി എല്ലാം ചെയ്യും. 1-2 മാസം കഴിഞ്ഞ് എൻ്റെ ഈ സംവിധാനങ്ങളെല്ലാം പൂട്ടിയച്ച് പോകണം. ഞാൻ നിലനിൽക്കണമെങ്കിൽ എനിക്കൊരു ഇൻകം വേണം. നിങ്ങൾ എല്ലാവരും എനിക്ക് ചുറ്റും നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ഇൻകം വേണം. ഒരാളുടെ പ്രശ്നം തീരണമെങ്കിൽ തക്കതായ മാനദണ്ഡം തന്നെ ആ പ്രശ്നം തീർക്കാവൂ. ശ്വസിക്കുന്നത് പോലും പകരം കാർബൺ ഡൈ ഓക്സൈഡ് വിസർജിച്ചിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെ കിട്ടില്ല. എന്തെങ്കിലും വെറുതെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം സമാന്തരമായ വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടിയിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ അതിന് സമാന്തരമായ കാലം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നും ഈ പ്രപഞ്ചത്തിൽ വെറുതെ കിട്ടില്ല. ഒരു വാസ്തു യോഗ്യമായ വീട് ഒരാൾക്ക് കിട്ടുന്നതും പ്രകൃതി നീതിയാണ്. അവാസ്തു ഉള്ളൊരു വീട് ഒരാൾക്ക് കിട്ടുന്നതും പ്രകൃതി നീതിയാണ്. കാരണം ഞാൻ ആസ്ട്രോ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അവരുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ കാലം കഴിഞ്ഞു, അല്ലെ ഇനി കുറച്ച് കാലം കൂടെ ഉണ്ടെന്നൊക്കെ. ബോർഡ് വെച്ച് വരച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മലയാളികൾ ഇപ്പൊ ഇന്ന് കാണിക്കുന്നതിനെയോ സ്വയം യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അത്രത്തോളം അതിബുദ്ധിയാണ് അവരുടെ കാര്യങ്ങൾ. പക്ഷെ ഇതിനുള്ളിൽ ഒരു ഗുരു സംവിധാനം ഉണ്ടെന്നുള്ളത് പലരും മറക്കുന്നു. ഒന്നും വെറുതെ കിട്ടില്ല. വെറുതെ കിട്ടിയത് നിങ്ങൾക്ക് ഉപകരിക്കത്തില്ല. ഇപ്പൊ പല ആൾക്കാരും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സാർ ഇവിടെ പോകുന്ന സമയത്ത് ഒന്ന് കയറിയിട്ട് പോകണം എന്ന് പറഞ്ഞ് ദയനീയമായി ചോദിക്കുക എൻ്റെ അടുത്ത്. അപ്പൊ ഞാനൊരു മനുഷ്യനല്ലേ, അപ്പൊ ഞാൻ ഇത് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ആ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും അഡ്രസ്സ് മേടിച്ച് ഫ്രീ ആയിട്ട്. എനിക്കറിയാം ആ വീട്ടിൽ ഒരു പുണ്യവും നടക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
എനിക്കറിയാം. പക്ഷെ അവർക്കൊരു സമാധാനം, ആശുൽ തങ്കച്ചനെ വിളിച്ചു, പാവം വന്നു. പക്ഷെ ഈ പോയി അഡ്വൈസ് ചെയ്ത് എനിക്കറിയാം അവിടെ നടക്കില്ല. കാരണം തക്കതായ വില ഇല്ലാതെ ഒന്നും നടക്കില്ല, ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല ലോകത്ത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു 1-2 വ്ളോഗുകളായിട്ട് ഞാൻ ഇതിനെ തന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വ്ളോഗ് അല്ലെങ്കിൽ പല ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ചാനലിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു വലിയ വലിയ വിഷയങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്തോരം വീടുകളാ അവരുടെ മാറ്റം വരുന്നത്, എന്തോരം റിസൾട്ടാണ് നമ്മൾ ഓരോ ദിവസം വിളിച്ച് പറയുന്നത്. ഈ കാലങ്ങളിലും ഞാൻ ഈ പരിഹാസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ചെറിയൊരു എവിടെയോ എനിക്കൊരു കുഞ്ഞു വേദന വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്ത് പഴകുന്ന അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു വീടിന് വർക്കിന് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, തുരിതുരാ കോൾ വന്നുകൊണ്ടിരിക്കും. എല്ലാ കോളും സന്തോഷമായിട്ട് എടുത്ത് സംസാരിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഏതെങ്കിലും 1-2 കോൾസ് ചിലപ്പോൾ ഈ കമന്റ്സ് വായിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ പ്രേക്ഷകർ. അല്ലെങ്കിൽ അല്ല, എന്റെ കോൾ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എത്രയോ വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, 1 രൂപ പോലും മേടിക്കാതെ പുള്ളി ഞങ്ങളോട് സംസാരിക്കുന്നത്, എന്തോരം പ്ലാൻ ഞങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 1000കണക്കിന് ആൾക്കാരല്ലേ. അപ്പൊ ഇതൊരു കോമൺ സ്വഭാവം. അപ്പൊ ഇതിന്റെ ബോർഡ് കൂടെ വരച്ച് കൊടുക്കുമ്പോൾ 2 ഫണ്ട്. ഒന്ന്, പിന്നെ എന്നെ എന്തിനാ ഈ ബോർഡിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടേ വീട് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇനി ബോർഡും കൂടെ വെച്ച് വരച്ചു കൊടുത്താൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്തിനാ? ഇതൊന്ന്. രണ്ടാമത്, ഗുരുവില്ല വിദ്യ കുരുട്ട് വിദ്യ. അതിന്റെ ഭാഗികം പല ആൾക്കാരും വ്ളോഗ് കണ്ട് വീട്ടിൽ ഡിഗ്രി മാറ്റം അറിയാതെ ചെയ്ത്, രണ്ടാമത് ഞാൻ അവിടെ പോകുമ്പം അബദ്ധം കാണിച്ചിട്ടുള്ള ഒത്തിരി വീടുകൾ ഞാൻ കാണാറുണ്ട്. സോ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കമന്റ്സിൽ വരുന്നതിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അതിന്റെ മറുപടിയും തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഈ ചോദിച്ച ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ വഴിവിട്ട് പോകാറുണ്ട്. എന്നാലും അശ്വിനി ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം, വാസ്തുദോഷമാണെന്ന് അറിഞ്ഞിട്ടും ആ വീട്ടിൽ നിന്ന് പോകാൻ ഒരു 6 മാസ കാലയളവ് ഉണ്ട്, അതുവരെ ഞങ്ങൾ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക്, നിങ്ങളത് തീരുമാനിക്കുമ്പോൾ തന്നെ പ്രപഞ്ചവുമായി നിങ്ങൾ ലയിക്കപ്പെട്ടു, പ്രപഞ്ച നീതിക്ക് അനുസരണമായി കഴിഞ്ഞു, ആ വീടിന്ന് മാറാൻ പോകുന്നു എന്ന് നിങ്ങൾ ശക്തമായി തീരുമാനിച്ച വാസ്തു അറിയുമ്പോൾ തന്നെ പ്രകൃതിയുടെ സംരക്ഷണയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ വിധി ഏറ്റുവാങ്ങാൻ പാകത്തിന് മറ്റെന്തെങ്കിലും ഒരു മനുഷ്യരോ ഒരു ചെല്ല പ്രാണികളോ ജീവികളോ വന്നത് ഏറ്റുവാങ്ങിപ്പോയിക്കോളും. കെയർഫുൾ ആയിരിക്കുക നിങ്ങൾ. ആ കാലങ്ങൾ വീടിന്ന് മാറുന്നവരെ കുറച്ച് കെയർഫുൾ ആയിരിക്കുക. പക്ഷേ ആ വിധി മറ്റാരെങ്കിലുമിലൂടെയും അത് ഏറ്റുവാങ്ങിപ്പോയിക്കും. ചിലപ്പോൾ ഒരു പൂച്ചയോ പട്ടിയോ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ സഹായിക്കുന്ന ഒരു മനുഷ്യരിലൂടെങ്കിലും ആ കർമ്മം മാറിപ്പോവും. പക്ഷെ തീരുമാനിക്കുക, ഈ വീട് എനിക്കുള്ളതല്ല, ഞാനിതാ മാറുന്നു, വാസ്തുദോഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഞാനിതാ മാറുന്നു എന്ന് ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ തന്നെ അതിന്റെ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്കായി തുടങ്ങും. അതിമനോഹരമായ മറ്റൊരു ചില കാഴ്ചകളും മുന്നേറ്റവും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇത് ഉറപ്പാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.